പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിനെ സംബന്ധിച്ചും മത്സരങ്ങളെ സംബന്ധിച്ചുമാണ്. സൂപ്പർ താരമായ CM പങ്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് അടുത്ത റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തേത് റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു മത്സരം റോക്സിനി പെറസ് വേഴ്സസ് ലൈറ വൽക്കീരിയ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ബെയ്ലി വേഴ്സസ് റെഗൽ റോഡ്രിഗസ് തമ്മിലുള്ള ഒരു ഗംഭീര മാച്ച് കാണാൻ സാധിച്ചു. മത്സരത്തിൽ റെഗൽ റോഡ്രിഗസ് പിൻഫോളിലൂടെ ബെയ്ലിയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്സിനി പെരസിൻ്റെ ഒരു സഹായം റെഗൽ റോഡ്രിഗസിൻ്റെ വിജയത്തിന് കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മത്സരത്തിന് മുൻപ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലൈറ വൽക്കീരിയയും ബെയ്ലിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു. അവിടെ ലൈറ വൽക്കീരിയയുടെ ഒരു സഹായം ബെയ്ലി ചോദിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവത്തിൽ നിന്ന് ലൈറ വരില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഒരു മത്സരം നടന്നു. ഗംഭീര പ്രകടനത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇരു റെസ്ലേഴ്സും മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. മത്സരത്തിൽ റെഗൽ റോഡ്രിഗസ് വിജയിച്ചു. അതിനുശേഷം റോക്സിനി പെരസും റെഗൽ റോഡ്രിഗസും ചേർന്നിട്ട് ബെയ്ലിയെ ആക്രമിക്കുമ്പോൾ ലൈറ വൽക്കീരിയ വന്നിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അവസാനം ലൈറ വൽക്കീരിയയെയും ഇവർ ജഡ്ജ്മെൻറ്റ് ടീം ആക്രമിക്കുമ്പോൾ ബെയ്ലി തിരിച്ച് സഹായിക്കുന്നുണ്ട്. അവിടെ ബെയ്ലി പെട്ടെന്ന് ആ മൾട്ടി ക്യാരക്ടറിലേക്ക് പോകുന്നുണ്ട്, താരത്തിൻ്റെ ആ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കിയ ലൈറ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ബെയ്ലിയുടെ അടുത്ത് പെരുമാറിയത്. എന്നാൽ ബെയ്ലി അത് രസകരമായിട്ട് തന്നെ കൊണ്ടുപോയി, പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു രീതിയിൽ നിന്നു. പക്ഷേ ഇപ്പോഴും ലൈറ വൽക്കീരിയയ്ക്ക് ബെയ്ലിയുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതിൽ വലിയൊരു സംശയമുള്ള പോലെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റൊരു മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് മെക്സിനി ഡുപ്രിക്കെതിരെ കളിക്കുന്ന ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരമാണ്. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അക്കിറ ടൊസാവയെ ബെക്കി ലഞ്ച് ആക്രമിക്കുന്നുണ്ട്. തുടർന്ന് മെക്സിനി ഡുപ്രിയെയും ബെക്കി ലഞ്ച് ആക്രമിക്കുന്നുണ്ട്. പിന്നീടാണ് ഈ ഒരു സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ക്രൗൺ ജുവലിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചാണ്. റിയ റിപ്ലിയും ഇയോസ്കയും ടീം ആയിക്കൊണ്ട് ആസ്ക, കൈറി സെൻ തുടങ്ങിയവരുടെ കബൂക്കി വാരിയേഴ്സിനെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ച ഒരു സെഗ്മെൻറ്റ് റിയ റിപ്ലി വന്ന് കബൂക്കി വാരിയേഴ്സിനെ വെല്ലുവിളിക്കുന്നു. അങ്ങോട്ടേക്ക് ഇയോസ്കൈ വരുന്നു. റിയ റിപ്ലി പറഞ്ഞത് ശരിയാണെന്നും ആസ്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അവർ തൻ്റെ ഫാമിലിയാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കുറച്ചും കൂടി സമയം താട്ടെ എന്ന് പറഞ്ഞ് ഇയോസ്കൈ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിന് മുൻപ് ഒരു വീഡിയോ ഫുട്ടേജിലൂടെ ആസ്ക, കൈറി സെൻ തുടങ്ങിയവർ റിയ റിപ്ലിയെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇയോസ്കൈക്ക് ഒരു മെസ്സേജും പങ്കുവെക്കുന്നുണ്ട്. പിന്നീട് ഇയോസ്കൈ റിങ് വിട്ട ഉടനെ തന്നെ പിറകിലൂടെ വന്ന ആസ്കയും കൈറി സെനും റിയ റിപ്ലിയെ ആക്രമിക്കുമ്പോൾ ഇയോസ്കൈ വന്നിട്ട് രക്ഷപ്പെടുത്തുന്നു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇയോസ്കൈയെയും ആ ഗ്രീൻ മിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആസ്ക ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ആസ്ക, കൈറി സെൻ, കബൂക്കി വാരിയേഴ്സിന് ഒരു ആധിപത്യം കിട്ടുന്ന പോലെയാണ് ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. പിന്നീട് 1-2 ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ട് ഇവരുടെ മത്സരം പെർത്തിൽ നടക്കുന്ന ക്രൗൺ ജുവൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ് കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ്, നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഏറ്റുമുട്ടാൻ പോകുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസും തമ്മിൽ നടന്ന സെഗ്മെൻറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം കേൾക്കാൻ സാധിച്ചു. അവിടെ കോഡി റോഡ്സ് സെത്തോട് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് നീയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത്. അതിന് കുറച്ച് പോയിന്റ്സും കോഡി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. സ്മാക്ഡൗണിൽ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും കോഡിയെ ആക്രമിക്കാൻ വന്നത് സെത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് താനാണെന്നുള്ളത് സെത്ത് മറുപടി പറയുന്നു. കൂടാതെ പോൾ ഹേമൻ ബ്രോക്കിൻ്റെ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിൽ കൊടുത്തതും അത് സെത്ത് പറഞ്ഞിട്ടാണോ എന്ന് പറയുമ്പോൾ അതും തന്നിലൂടെയുള്ള തീരുമാനത്തിൻ്റെ പുറത്തുള്ളതാണ് എന്നുള്ളത് സെത്ത് പറയുന്നുണ്ട്. അപ്പോൾ സെത്താണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളത് സെത്ത് പറയുമ്പോൾ സെത്തും ബ്രോക്ക് ലെസ്നറും ടീമാക്കാനുള്ള സാധ്യത അവിടെ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ബിൽഡപ്പ് കൊണ്ടുപോകുന്നത് സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്കാണ്. അപ്പോൾ ദ വിഷനെയും അതുപോലെ തന്നെ റോമൻ റീൻസിൻ്റെ OG ബ്ലഡ് ലൈനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചിലപ്പോൾ അവിടെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെയും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അവരെയൊക്കെ കോർത്തിളക്കിക്കൊണ്ട് ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സെത്തിൻ്റെ ടീമിൽ ഇപ്പോൾ സെത്ത്, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ 3 പേരേ ഉള്ളൂ. അവിടേക്ക് ബ്രോക്ക് ലെസ്നറിനെയും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പ് ആണോ എന്നുള്ളത് ഒരു സംശയം വന്നിട്ടുണ്ട്. ഇപ്പോൾ സെത്താണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പോൾ ഹേമനെ ബ്രോക്കിൻ്റെ കൂടെ വിട്ടതും താനാണെന്ന് പറയുമ്പോൾ സെത്തും ബ്രോക്കും സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ ടീം ആകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിഡിയോ റൂസേവ് എന്ന പവർ ഹൗസ് റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരമാണ്. മത്സരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു 85% മത്സരം ഡൊമിനേറ്റ് ചെയ്തതും കൺട്രോൾ ചെയ്തതും റൂസേവ് ആണ്. റൂസേവിൻ്റെ ആ ഒരു ഫിസിക്ക് അത് ഡൊമിനിക് മെസ്റ്റിഡിയോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു ഫിസിക്കായിരുന്നു. ഡൊമിനിക് മെസ്റ്റിഡിയോയുടെ ശരീരം വെച്ചിട്ട് റൂസേവിനെ അടിച്ചിടുന്ന പോലെയൊക്കെ കാണിച്ചാൽ അത് ഒട്ടും ലോജിക്കില്ലാതെ ആകും. എന്നിട്ടും ഡൊമിനിക് മെസ്റ്റിഡിയോ എങ്ങനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ താരത്തിൻ്റെ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. അപ്പോൾ ആ ട്രിക്കിലേക്ക് നയിച്ച ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം എഡി ഗുറാറയ്ക്ക് ഒരു ട്രിബ്യൂ കൊടുക്കുന്ന പോലെ എഡി ഗുറാറയുടെ ചീറ്റ് ചെയ്ത് വിജയിക്കുന്ന ഒരു രീതി ഡൊമിനിക്ക് എടുത്തു. പക്ഷേ അത് റഫറി കണ്ടുപിടിച്ചു. അപ്പോൾ അത് ചീറ്റിപ്പോയി. പക്ഷേ റഫറി കാണാതെ തന്നെ ഒരു ലോ ബ്ലോ കൊടുത്തുകൊണ്ട് റൂസോവിനെ പിൻ ചെയ്തിട്ട് ഡൊമിനിക് മെസ്റ്റിഡിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റൂസോവിന് ഇനിയും ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. റൂസേവ് എന്തായാലും ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി അടുത്ത റോ എപ്പിസോഡിൽ ഡൊമിനിക് മെസ്റ്റിഡിയോയെയും ജഡ്ജ്മെൻ്റ് ഡേ ടീമിനെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേ ടീം ഒന്നടങ്കം റൂസേവിനെ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. ഡൊമിനിക് മെസ്റ്റിഡിയോ, റൂസേവ് തുടങ്ങിയവരുടെ സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഒരു പക്ഷേ ഡൊമിനിക് മെസ്റ്റിഡിയോ പരാജയപ്പെട്ട് റൂസേവ് പുതിയ ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് നല്ലൊരു സ്റ്റോറി ലൈനുകൾ നമുക്ക് ലഭിക്കുമായിരുന്നു. ഡൊമിനിക് മെസ്റ്റിഡിയോയുടെ കൈവശത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പുതിയൊരു ചാമ്പ്യനിലേക്ക് എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ആരാണ് എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ കൂടെ വന്ന ആ 2 മാസ്ക് ഇട്ട റെസ്ലേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ AJ സ്റ്റൈൽസും ഡ്രാഗൻ ലീയും ടീം ആയിക്കൊണ്ട് ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ കൂടെ വന്ന ആ മാസ്ക് ഇട്ട റെസ്ലേഴ്സ് ബ്രാവോ, റിയോ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു മത്സരം കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ ബ്രാവോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ടൈലർ ബേറ്റ് എന്ന് പറയുന്ന റെസ്ലറാണ്. റിയോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് പീറ്റ് ഡൺ എന്ന് പറയുന്ന റെസ്ലറാണ്. അപ്പോൾ അവരുടെ ആ ഒരു മൂവ്സും അവരുടെ ആ ഒരു സ്റ്റൈലും അവരുടെ നിൽപ്പൊക്കെ കണ്ടാൽ ഏകദേശം കുറച്ചധികം വർഷങ്ങളായിട്ട് WWE കൃത്യമായി ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് അത് ഏത് റെസ്ലേഴ്സ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ മാസ്കിന് പിറകിലുള്ളത് പീറ്റർ ഡണ്ണും ടൈലർ ബേറ്റും ആണെന്നുള്ളത് മുൻപേ പുറത്തേക്ക് വന്ന റൂമേഴ്സ് ആയിരുന്നു. അപ്പോൾ ലോസ് അമേരിക്കാനോസ് എന്നുള്ളൊരു പേരിൽ ഇവർ ഇന്നത്തെ ഒരു ടാഗ് ടീം ഡെബ്യൂ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ അത് അവരാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മത്സരത്തിൽ AJ സ്റ്റൈൽസിൻ്റെയും ഡ്രാഗൻ ലീയുടെയും ടീം വിജയിച്ചു കയറുന്നതാണ് കാണാൻ സാധിച്ചത്. ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് കാണാൻ സാധിച്ചു. റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് ദ ഊസോസിനെ ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൊർണാഡോ ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഊസോസിലെ ജെ ഊസോയും റോമൻ റീൻസും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്, കൂടാതെ റോമൻ റീൻസ് കുറച്ച് അഡ്വൈസ് ജെ ഊസോയ്ക്ക് കൊടുക്കുന്ന ഒരു സമയത്ത് ഒട്ടും സംതൃപ്തിയില്ലാതെ കുറച്ച് വിഷമത്തോടു കൂടിയും കുറച്ച് ദേഷ്യത്തോടു കൂടിയും ആ രംഗങ്ങളെ നോക്കി കാണുന്ന ജിമ്മി ഊസോയുടെ ഫേസ് കാണിച്ചിട്ടാണ് അവർ റോ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലോസിംഗ് ഷോട്ട് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ WWE ഉദ്ദേശിച്ചിട്ടുള്ളത്? ജിമ്മി ഊസോ മുൻപ് ചെയ്തതുപോലെ റോമൻ റീൻസിനെതിരെ തിരിയാനും റോമൻ റീൻസിനെ ആക്രമിക്കാനുമുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു റൂമർ, ജിമ്മി ഊസോ കുറച്ച് പ്രശ്നമുള്ള പോലെ കാണിക്കാനുള്ള കാരണം ജെ ഊസോയെ പഴയ രീതിയിലേക്ക് ഊസോസ് എന്ന് പറയുന്ന ടീമിലൂടെ ജെ ഊസോയെ ടാഗ് ടീം ഡിവിഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജെ ഊസോയെ നല്ലവനാക്കി നിർത്താനാണ് ജിമ്മി ശ്രമിക്കുന്നത്. അതിനിടയിൽ റോമൻ റീൻസും കൂടി കയറി വന്ന് ജെ ഊസോയ്ക്ക് നീ ടോപ്പിൽ നിൽക്കേണ്ട റെസ്ലറാണ്, നീയാണ് ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ജെ ഊസോ ടാഗ് ടീം ഡിവിഷനിലേക്ക് വരാതെ അദ്ദേഹം ഇൻഡിവിജ്വൽ ഡിവിഷനിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയാണ് ജിമ്മി ഊസോ അവിടെ പ്രകടിപ്പിച്ചത്. ജിമ്മി ഊസോ ഒരിക്കലും റോമൻ റീൻസിനെതിരെ തിരികില്ല. ജിമ്മി ഊസോയും ജെ ഊസോയും റോമൻ റീൻസും ഒക്കെ ഭാഗമാകുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു വർഷവും കാണാൻ സാധിക്കുക. ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പായിരിക്കും ഇവരുടെ എതിരാളിയായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ജെ ഊസോസ് എന്ന് പറയുന്ന ടീമിൽ നിൽക്കാതെ ഒറ്റയ്ക്ക് തന്നെ ഇനിയും മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയാണ് ജിമ്മി ഊസോയുടെ മുഖത്തുള്ളത്. ജെ ഊസോ റോമൻ റീൻസിൻ്റെ പോലെ തീരുമാനങ്ങളൊക്കെ എടുത്ത് എപ്പോഴും ടോപ്പിലേക്ക് എത്താൻ വേണ്ടി ഈഗോ ക്ലാഷ് കളിച്ച് മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയാണ് ജിമ്മി യൂസോയുടെ ആ ഒരു മുഖഭാവം അവിടെ കാണിക്കാനുള്ള കാരണം. എന്തായാലും ജിമ്മി ഒരിക്കലും റോമൻ റീൻസിനെ ആക്രമിക്കില്ല. ജിമ്മിയും ജെയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും ജിമ്മി ഒരിക്കലും റോമൻ റീൻസിനെ ആക്രമിക്കില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. അതാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലെ ആ ക്ലോസിംഗ് ഷോട്ട് കണ്ടപ്പോൾ മനസ്സിലായത്. OG ബ്ലഡ് ലൈൻ റീയൂണിയൻ ആണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. വീഡിയോ സംബന്ധിച്ചും റോ എപ്പിസോഡിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.